അച്ഛൻ ഇന്നും റേഡിയോന്റെ ബാറ്ററി വാങ്ങിക്കാൻ മറന്നുല്ലേ? അങ്ങാടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ച് വൈകി. പിന്നെ ജീപ്പ് പിടിക്കാനുള്ള തിരക്കിനിടയിൽ മറന്നു. നിനക്ക് പണിക്കാരെ ആരെങ്കിലും വിട്ട് രാഘവന്റെ പീടികയിൽ നിന്ന് വാങ്ങിക്കായിരുന്നില്ലേ? തനിച്ചിരുന്ന് മുഷിയുമ്പോ ഒരു പാട്ടോ നാടകമോ കേൾക്കണതാ. അതില്ലാണ്ടായിട്ടിപ്പോ 2 ആഴ്ച കഴിഞ്ഞു. അടുത്ത പോക്കിനാവട്ടെ വാങ്ങാം. മോളെ, ഈ കത്തൊന്ന് വായിക്കേ. കടവത്ത് വെച്ച് പോസ്റ്റ്മാൻ നാണു തന്നതാ. ആരുടെയാണാവോ? എത്രയും പ്രിയപ്പെട്ട ഏട്ടന് ഭാര്യ സരു എഴുതുന്നത്. അപ്പൊ അച്ഛന് ഞങ്ങൾ ആരും അറിയാതെ ഇങ്ങനെ ചിലതുണ്ടല്ലേ? എങ്കിൽ പിന്നെ ഈ കത്ത് എഴുതിയത് ആരാ? നിങ്ങളെ കാണാണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഊണിലും ഉറക്കത്തിലൊക്കെ എന്റെ മനസ്സ് മുഴുവൻ നിങ്ങളാ. നീ അഭിലാഷം ഒന്ന് വായിക്കേ. എനിക്കുള്ള കത്താണോ ഒന്ന് നോക്കട്ടെ. ശ്രീമാൻ കുപ്പുവച്ചൻ മൂശാരി, കൊങ്ങാട്ട് വീട്, ചാലിശ്ശേരി, ഷൊർണൂർ. എന്തിനാച്ചാ പാവം മരിച്ചുപോയ അമ്മ ഉണ്ടോ ഇത് വല്ലതും അറിയണേ? നീ പറഞ്ഞ വിലാസമാണ് ആ കത്തിലെങ്കിലേ നീ വായിച്ചൊന്നും ആയിരിക്കില്ല കത്തിലുള്ളത്. അതിനെന്റെ അച്ഛൻ എന്തിനാ ഇത്ര പേടിക്കണേ? ഇതാ പോസ്റ്റ്മാൻ നാണു തെറ്റി തന്നതാ. വേലായുധൻ, കെയർ ഓഫ് സൺസ്റ്റാർ അപ്പാർട്ട്മെന്റ്, കോഴിക്കോട്. അയ്യേ, ഇതാ താഴത്തെ പറമ്പിലെ സർല ഓടെ ഭർത്താവിന് എഴുതിയതാ. എനിക്ക് മനസ്സിലായി. ഇത് പോസ്റ്റ്മാൻ വിലാസം തെറ്റിയതാ. ചിന്നമ്മൊക്കെ അച്ഛനുള്ള കത്ത. എനിക്ക് അപ്പോഴേ തോന്നിയതാ. അല്ലാതെ ഇവനാരാ കത്ത് എഴുതാതിരിക്കണത്? തന്തേരെ പറച്ചിൽ കേട്ടാ തോന്നും എനിക്കിത് ആരും കത്തെഴുതില്ല. ഉള്ളതായിട്ട് പറയണമല്ല. കോപ്പറേറ്റീവ് ബാങ്കുകാരുടെ കായ അടക്കില്ലെങ്കിൽ കുടി ആളി ഓര് ലേലം ചെയ്യുമെന്നും പറഞ്ഞ് ഇന്നാളൊരു എഴുത്ത് അവരയച്ചു. ഒന്ന് വായിക്കടാ രവി. നമ്മുടെ മക്കൾക്ക് എഴുത്ത് വന്നില്ലെങ്കിൽ എന്താ, മറ്റുള്ളവർക്ക് വന്ന് വായിച്ചു കേൾക്കാം. വായിക്കടാ രവി. അല്ല, എന്തിനാണ് അന്യന് വന്ന് എഴുത്ത് നമ്മള് വായിക്കണത്? അന്യനോ? നിങ്ങൾ എന്തുമാതിരി വർത്താനം ഈ പറയണ്? ഉപ്പൂത്തൻ നമ്മുടെ കുമാരന്റെ അമ്മായിയപ്പനല്ലേ? നമ്മുടെ മോ മംഗലം കഴിച്ചുകൊണ്ടുവന്ന രാജകുമാരിയുടെ എന്താ ഈ വായിക്കടാ. ഉമ്മർത്തിരുന്ന് മുടി ചെയ്യുന്ന പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അക്ഷീകരം. ഒന്ന് വായിക്കേ. ഡിയർ മൂരാച്ചി. അല്ലല്ല മൂശാരി. സുഭാഷിണിയെ മോളെ കത്തെടുത്തൊന്ന് വായിക്കേ. അവൻ ഇംഗ്ലീഷേ അറിയൂ. ഡിയർ മൂശാരി, അന്ന് പറഞ്ഞ സായിപ്പും ആൾക്കാരും ഈ ആഴ്ച കൊച്ചിയിലെത്തും. ഈ വർഷം നിങ്ങളുടെ ആലയിൽ വാർക്കുന്ന മുഴുവൻ കണ്ണാടിയും അവർ വാങ്ങിക്കാൻ തയ്യാറാണ്. അത് കരാർ എഴുതി ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഈ വരുന്ന 12-ാം തീയതി കുപ്പുവച്ചൻ വീട്ടിലുണ്ടാവണം. കൂടാതെ അവർക്ക് നിങ്ങൾ കണ്ണാടി വാർക്കുന്നതിന്റെ കുറച്ച് ഫോട്ടോകളും എടുക്കണമെന്നുണ്ട്. ശേഷം കാഴ്ചയിൽ എന്ന് സ്വന്തം ശിവരാം അയ്യങ്കാർ. അതാണ് ആള് വില കല്ല് വില എന്ന് പറയണത്. വിദ്യ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ സായിപ്പും വരും, കത്തും വരും. ആയുഷ്കാലം മുഴുവൻ വിളക്കും കിണ്ടി ഉണ്ടാക്കി കഴിയാനാ മൂശാരിയായ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത്. കൊങ്ങാട്ട മൂത്ത മൂശാരന്റെ മോളെ മംഗലം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? തെണ്ടി, ഈ പറയുന്ന നിങ്ങളും കോങ്ങാട്ട മൂശാരി കുടുംബത്തിൽപ്പെട്ട ആളല്ലേ? എന്നിട്ട് നിങ്ങൾ എന്റെ കൂട്ടി പഠിക്കാഞ്ഞേ? ചതി, വഞ്ചന. എന്റെ വല്യപ്പൂപ്പൻ 1-ാം തരം കണ്ണാടി കൂട്ടുകാരനായിരുന്നു. നിന്റെ അമ്മായിപ്പൻ ഉണ്ടാക്കുന്നതിനേക്കാളും മുന്തിയ തരം കണ്ണാടി ഉണ്ടാക്കി പേരും പെരുമെടുത്ത ആളാ. എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛന് കൂട്ടു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ 3-ാം ദിവസം ചാലിശ്ശേരി പൂരത്തിന് പോയ ആള് വടക്കരയിൽ മരിച്ചു കിടക്കുക. എങ്ങനെയാ മരിച്ചതെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? കുറെ കാലായല്ലോ ഈ പഴംപോരാണം കേൾക്കാൻ തുടങ്ങിയിട്ട്. പുതിയത് വല്ലതും ഉണ്ടോ പറയാൻ? പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാനേ. നിന്റെ വല്യപ്പൊപ്പനെ ചവിച്ചു വന്ന കുടുംബത്തിന് ത്രിപുരസുന്ദരിയെ സംബന്ധം കഴിച്ചിവിടെ കഴിച്ചതേ ഒന്നും കാണാഞ്ഞിട്ടല്ല. 5 ചക്രം ശ്രീധരൻ തന്നോടാ. ഇവിടെ തന്ത കുപ്പോച്ചൻ നിനക്ക് പകര കണ്ണാടി വാർക്കണ കൂട്ടു പറഞ്ഞു തരാൻ പറഞ്ഞ എന്റെ കെട്ടിയുള്ള തന്തോട്. ഇല്ലെങ്കിൽ ചാവുട്ടി പുറത്താക്ക് മോളയോട് 2 കുട്ടോളി ഞാൻ. അനക്ക് നല്ല കായ് വാങ്ങിച്ചോണ്ട് വേറെ മംഗലം കഴിപ്പിച്ച് ഞാൻ കൊണ്ടുവരുവാടാ. അതിന് ചവിട്ടി ഇറക്കാനൊന്നും നിക്കണ്ട. ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ പൊക്കോളാം. എന്താടി സന്ദേശം? ഇവിടെ വന്ന് കയറിയ കാലം മുതൽക്ക് കേൾക്കണതാ ചാലിശ്ശേരി പൂരത്തിന് പോയി മരിച്ച ഒരു വലിയ കാരണവരുടെ കഥ. എന്റെ അച്ഛൻ കണ്ണാടിക്കൂട്ടി തരാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചൊന്നുമല്ല നിങ്ങളുടെ മോനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത്. എന്നെ ഇഷ്ടണ്ടായിട്ട് വിളിച്ചിറക്കി കൊണ്ടുവന്നതാ.
ഇല്ലെങ്കിൽ പറയട്ടെ. ആയ്, നീ അതിനെന്തിനാടി ചാടിക്കടിക്കാൻ പറഞ്ഞത്? ഓളോളുടെ ദണ്ണം കൊണ്ട് പറഞ്ഞതല്ലേ. കാര്യമൊക്കെ ശരിയാ. നിന്റെ അച്ഛൻ ഓന് നിന്നെ മനസ്സറിഞ്ഞ് മംഗലം കഴിച്ചു കൊടുത്തതല്ല. ഇവിടെ ലവ് കല്യാണമായിരുന്നല്ലോ. എന്ത് കല്യാണം? ലവ് കല്യാണം. അതിനൊക്കെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. എന്താ ചിരിക്കണേ? അന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കുട്ടിയെ. ഇപ്പൊ വന്ന മാതിരി എഴുത്ത് എന്റെ ഭർത്താവിനും വരണമെന്ന് എനക്ക് മോഹം ഉണ്ടാവില്ലേ? നാത്തൂൻ എന്തിനാ പറയണത്? നാത്തൂൻ മോഹിച്ചാൽ മാത്രം പോരല്ലോ, ഈ ആങ്ങളെ അതിലുള്ള കഴകത്തും കൂടി ഉണ്ടാവണ്ടേ? ഓ, കഴകത്ത് കൂടിയോണ്ടാണല്ലോ കെട്ടിയോൻ ഇവിടെ കൊണ്ടുവരുത്തി പോയത്. മിണ്ടി പോകരുത്. നിന്നെ പോലെ മൂശാഴ്ചയുടെ മൂടും താങ്ങി നടക്കുന്ന ഉളുമ്പില്ലാത്ത നല്ല എന്റെ കെട്ടിയാൻ. നീ കൊടുക്കാന്ന് പറഞ്ഞ കായ് കൊട്, പിറ്റേന്ന് വിളിച്ചോണ്ട് പോകും മതിയാൻ. കുമാരാ, ഇനി വൈകിക്കണ്ട. ജയിലിൽ പോയ പരമ തിരിച്ചു വന്നാൽ ഉപ്പച്ചന്റെ മനസ്സ് മാറും. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. നീ വല്ലച്ചാതി ആ കുപ്പച്ചന്റെ കൈയും കാലും പിടിച്ച കണ്ണാടിക്കൂടൊന്ന് പഠിക്കാൻ നോക്ക്. നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ടാ തോന്നും കുപ്പുവച്ചൻ പവിത്ര കണ്ണാടിയുടെ കൂട്ട് പറഞ്ഞു കൊടുക്കാൻ അങ്ങാടി തോറും ആളെ തെരഞ്ഞെടുക്കാൻ. ആട്ടും തുപ്പും സഹിച്ച് കിളവന്റെ പിന്നാലെ നടക്കുന്നത് എന്നെങ്കിലും അത് പറഞ്ഞു തരും എന്ന് കരുതി തന്നെയാ. കാര്യതേ, 5 ഇഞ്ച് ഫ്രെയിമിനകത്ത് 8 ഇഞ്ച് കണ്ണാടി എങ്ങനെ കയറ്റിവിടാ? അതെങ്ങനെയാ? കണ്ടവന്റെ മുറ്റം തണ്ടി ഈയംപൂശണ പണിയല്ലേ അപ്പനപ്പൂപ്പന്മാരായിട്ട് ശീലിച്ചിട്ടുള്ളൂ. ഈ പണിക്ക് ബുദ്ധി വേണം. ആ അച്ഛൻ ഏത് നേരം കുമാരേട്ടൻ ചീത്ത പറയുന്നേ നേരമുള്ളൂ. പിന്നെ വിഡിത്തം കാട്ടണ കണ്ട് മിണ്ടാണ്ടിരിക്കണോ? നാളെ എന്റെ തലയൊന്ന് ചാഞ്ഞാൽ ഈ ആലയെ തീപൂട്ടാൻ ആരാ ഉള്ളത്? അത് ഓർക്കുമ്പോ നെഞ്ചിലേക്ക് ഒരു ആന കയറി വരിക. അപ്പോ അച്ഛൻ അറിയാണ്ട് പറഞ്ഞു പോണതാ. മോള് പോയി. മോളപ്പൊ പിന്നെ കൂടെ വാഴക്ക. കറുത്തയോ? ആടോ മോളെ, എന്താണോ എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒച്ചയും ബഹളവും കേട്ടല്ലോ. അല്ല, അതെ, കുമാരനും സരളയും കൂടി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതാ. ചാലിശ്ശേരി പൂരത്തിന് പോയ എന്റെ മുത്തച്ഛനെ കൊണ്ട കാര്യം ഞാൻ മറന്നിട്ടില്ല. എന്താ എന്താ? അല്ല, ഈയിടെയായിട്ട് ഈയത്തിന് വില കൂടിയ കാര്യം പറയായിരുന്നു. ഇതാ അച്ഛനുള്ള കത്താ. നാണു പോസ്റ്റുമേ വിലാസം തെറ്റി അവിടെ കൊണ്ട് തന്നതാ. നിന്റെ നാത്തൂര് അവളുടെ ഭർത്താവിന് അയക്കാൻ കൊടുത്ത ഒരെണ്ണം എന്റെ കയ്യിലും തന്നു. ജഗതേ, സരളന്റെ കത്തെടുത്ത് കൊടുക്കേ. എന്റെ ഫോട്ടോ കൂടി എടുക്കണം. ഫോട്ടോ പിടുത്തക്കാര് വരുമ്പോ. അവരിനി എന്നാ വരണതെന്ന് അറിയില്ലല്ലോ മോളെ. വരുമ്പം മോളുടെ ഒരു ഫോട്ടോ കൂടി എടുക്കാൻ മുത്തച്ഛൻ പറയാം കേട്ടാ. അവര് പെട്ടെന്ന് വരുമെന്ന് ഈ കത്തിലുണ്ടല്ലോ. എഴുത്തിനകത്തുള്ള കാര്യം മോൾ എങ്ങനെ അറിഞ്ഞു? അത് മോളൊരു തമാശ പറഞ്ഞതല്ലേ. മോളെ, മുത്തച്ഛനെ ആ തത്തയുടെ പാട്ടൊന്ന് പാടി കേൾപ്പിച്ചു കൊടുക്ക്. ഇല്ല, ആ മുത്തശ്ശൻ നുണ പറയാ. ഇന്നലെ എഴുത്ത് വീട്ടിൽ വെച്ച് വായിച്ചപ്പോ ഞാൻ കേട്ടതാ.